വയൽ പ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്കും പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഒരു ശിശുപ്രതിഷ്ഠ ശുശ്രൂഷയാണ് തുടർന്നിവിടെ നടക്കുവാൻ പോകുന്നത്. ശിശുപ്രതിഷ്ഠ അതായത് നമ്മുടെ പ്രിയ സഹോദരൻ ജെയിംസിൻ്റെ മകൾ ജിഷയ്ക്കും ശ്യാമനും ദൈവം കൊടുത്ത കുഞ്ഞിനെയാണ് പ്രതിഷ്ഠിക്കാനായിട്ട് പോകുന്നത്. ശിശുപ്രതിഷ്ഠയുടെ ആവശ്യകത ഉണ്ടോ? ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ ശിശുവിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതായ ആവശ്യകത ഉണ്ടോ? സ്തോത്രം. നമുക്ക് ഏതാനും ചില വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 8 വാക്യം. ജനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 8, 8 വാക്യം. അബ്രഹാമിന് ഒരു മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യം അബ്രഹാം ചെയ്ത കാര്യമാ. തനിക്ക് നീണ്ട വർഷങ്ങൾക്കുള്ള കാത്തിരിപ്പിന്റെ ഒടുവിൽ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു ശിശു അവർക്ക് ജനിച്ചു. അവിടെ ആ ശിശുവിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം എന്തോ ഇതെന്നാ ഒരു വലിയ വിരുന്ന് കഴിച്ചെന്നാണ്. അപ്പൊ മറ്റുള്ളവരുമായി ചേർന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കുക എന്നുള്ളത് ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കടപ്പാടാണ്. അനേകരുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഒരു കുഞ്ഞിനെ ദൈവം പ്രദാനം ചെയ്യുമ്പോൾ ആ കുഞ്ഞുമായി ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുക എന്നുള്ളത് ദൈവിക പ്രമാണത്തിൽപ്പെട്ടതാണ്. എടുക്കണ്ട. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ ഒരു കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണമെന്നും ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണമെന്നുമൊക്കെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം, ശമൂവേലിൻ്റെ 1 പുസ്തകത്തിൽ 1 അധ്യായം അതിന്റെ 24 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായം പൈതൽ വളർന്നു മുലകുടി മാറി അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും എന്തൊക്കെയുമായിട്ട് ദൈവസന്നിധിയിലേക്ക് വന്നത്? 3 വയസ്സുള്ള ഒരു കാളയെ ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഹന്ന കടന്നു വരികയാണ്. നമുക്കറിയാം, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു അല്ലേ? എൽക്കാനായുടെ ഭാര്യയായ ഹന്നയ്ക്ക് മക്കളില്ല. അവളെ വല്ലാണ്ട് അവളുടെ കുടുംബക്കാർ ആ വിഷയത്തിൽ വിഷമിപ്പിച്ചു. അവൾ ഒടുവിൽ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് തൻ്റെ സങ്കടം തുറന്നു പറഞ്ഞു. ദൈവം ആ സങ്കടം കേട്ടു. അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത ആ കുഞ്ഞിൻ്റെ പേരാണ് ശമൂവേൽ എന്നുള്ളത് നമുക്കറിയാം. ആ കുഞ്ഞുമായി മാതാവായ ഹന്ന പിതാവായ എൽക്കാനയുമായി ചേർന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരികയാണ്. ഏലി പുരോഹിതൻ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുക, യാഗം കഴിക്കാൻ വേണ്ടിയൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇവൾ പറയുകയാണ്, യജമാനനെ, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ നിന്റെ ദൈവസന്നിധിയിൽ നിലവിളിച്ചത്. നീ അത് ഓർക്കുന്നുണ്ടല്ലോ. നീ നിന്റെ കൈ എൻ്റെ തലയിൽ വെച്ച് വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞ് എന്നെ ശപിച്ചതാ. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടില്ല, വീഞ്ഞു കുടിച്ചിട്ടില്ല, എൻ്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. നമ്മുടെ സങ്കടം അറിയുന്ന ദൈവമാ നമ്മുടെ കർത്താവ്. സ്തോത്രം. ഈ ഹന്നായുടെ കണ്ണുനീര്, ഹന്നായുടെ നിലവിളി ദൈവം കേട്ടു. ആ ലഭിച്ച കുഞ്ഞുമായി സന്തോഷം പങ്കുവെക്കാൻ
അവൾ ആ കുഞ്ഞുമായി ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ദൈവസന്നിധിയിൽ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? നിവേദിച്ചു, സമർപ്പിച്ചു, പ്രതിഷ്ഠിച്ചു. ഇതുപോലെ പുതിയ നിയമത്തിലും ഒരു സംഭവമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 22-ാമത്തെ മോശെയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. മതി, യെരൂശലേം ദേവാലയത്തിൽ ഒരു കുടുംബം വന്ന് നിൽക്കുകയാ. ഒരു ആശാരി കുടുംബം, തച്ചന്റെ കുടുംബം. മറ്റു പല കുടുംബങ്ങളും തടിച്ചു കൊഴുത്ത കാളകളുമായി, ആട്ടുകൊറ്റന്മാരുമായി ആലയത്തിൽ യാഗമർപ്പിക്കുവാൻ വന്നു നിൽക്കുമ്പോൾ ഒരു സാധു കുടുംബം, ഒരു തച്ചന്റെ കുടുംബം, കയ്യിൽ തടിച്ചു കൊഴുത്ത കാളക്കൂറ്റന്മാരില്ല, കയ്യിൽ തടിച്ചു കൊഴുത്ത ആട്ടുകൊറ്റന്മാരില്ല. പകരം 2 പ്രാക്കൾ, വില കുറഞ്ഞ പ്രാക്കൾ. അവർക്കതിനെ നിവർത്തിയുള്ളൂ. അതുമായി ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നിരിക്കുന്ന ഒരു കുടുംബം. ഇതേ സമയം നാളുകളായി ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിമ്യോൻ എന്ന് പേരുള്ള വയോധികനായ ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസൻ. ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറഞ്ഞു, നീ വേഗം യെരൂശലേം ദേവാലയത്തിലേക്ക് ചെല്ലുക, നീ കാത്തിരുന്ന വ്യക്തി അവിടെയുണ്ട്. അവൻ ആലയത്തിലേക്ക് വന്നു. അവൻ്റെ കണ്ണുകൾ അവിടെയൊക്കെ പരതി. നല്ല തടിച്ചു കൊഴുത്ത കാളക്കൂട്ടന്മാരുമായിട്ടൊക്കെ പല കുടുംബങ്ങൾ വന്ന് നിൽപ്പുണ്ട്. അവരുടെ ചുറ്റും പുരോഹിതന്മാരും ലേവ്യരും ഒക്കെ വന്ന് കൂടിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ആരാലും തിരിഞ്ഞു നോക്കപ്പെടാത്ത ഒരു പാവപ്പെട്ട കുടുംബം തങ്ങളുടെ ഊഴം എപ്പോൾ ആകും എന്ന് ചിന്തിച്ചുകൊണ്ട് ആലയത്തിന്റെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്ന കാഴ്ച ശിമ്യോൻ കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് ശിമ്യോനോട് പറഞ്ഞു, ശിമ്യോനെ, ആ പുരുഷന്റെ കയ്യിൽ, ആ സ്ത്രീയുടെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞാണ് നീ നാളുകളായി കാണാൻ കാത്തിരുന്ന കുഞ്ഞ്. ശിമ്യോൻ ഓടിച്ചെന്നു. ആ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക്, 2-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ കയ്യിലേന്തി, ആ കുഞ്ഞിനെ കയ്യിലേന്തി ശിമ്യോൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. സ്വത്രം. എന്തൊരു സന്തോഷമായിരുന്നു ആ മനുഷ്യന്. അപ്പൊ നോക്കിയാൽ ആ സംഭവം അവിടെ ചൂണ്ടിക്കാട്ടുന്നത്, ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുമായിട്ട് ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അതാവശ്യമാണ്. ദൈവസന്നിധി സമർപ്പിക്കണം. ഇന്ന് പകലും ആ ശുശ്രൂഷയാണ് ഇവിടെ ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. ആ പ്രിയപ്പെട്ട ശ്യാമിനും ജിഷയ്ക്കും ദൈവം കൊടുത്ത കുഞ്ഞ്, ആ പ്രിയപ്പെട്ട ഫാമിലി ദയവായി മുൻപോട്ട് കടന്നു വരാം. സ്തോത്രം. ശ്രദ്ധിക്കൂ, മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വഷളത്വം നിറഞ്ഞ ലോകമായത്. ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം നോക്കിക്കൊള്ളും ആ കുഞ്ഞിനെ. സ്വത്രം. ദൈവം നോക്കും. ദൈവം സംരക്ഷിത ചൈൽഡ്. ആ കുഞ്ഞിനെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. സ്വത്രം. അതുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മക്കൾ എന്ന് പറയുന്നത് ദൈവം തരുന്ന ദാനം. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. ദൈവം തരുന്ന ദാനമാണ്. സ്തോത്രം. ഈ പ്രിയ കുടുംബത്തിന് ദൈവം ദാനമായിട്ടൊരു കുഞ്ഞിനെ നൽകുകയുണ്ടായല്ലോ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഗായക സംഘം
ഒരു ഗാനം ആലപിക്കും. സ്തോത്രം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ ഈ കുടുംബത്തിന് അവിടുന്ന് ദാനമായി നൽകിയ പൈതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. അപ്പ, ഈ കുഞ്ഞുമായി ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു നാഥനെ. അവിടുത്തെ തിരുക്കരം ഈ കുഞ്ഞിന്റെ മേൽ വെച്ച് ഈ പൈതലിനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. ദൈവകൃപയിൽ ഈ കുഞ്ഞ് വളരുവാനിടയാക്കണമേ. ശാരീരികമായും മാനസികമായും കർത്താവേ, ജ്ഞാന സമ്പൂർണതയിലും ഈ പൈതൽ വളർന്ന് ശോഭിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യാതൊരു കാരണവശാലും ശത്രു പൈതനെ തൊടുവാനിടയാകരുത്. എല്ലാ ബാലാരിഷ്ടതകളും വിടുവിച്ചുകൊള്ളും. മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞൊരു അനുഗ്രഹമായി, സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി, ദൈവസഭയ്ക്ക് ഈ പൈതൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സഫാനി ജെ ഷിയാം എന്ന പേരിൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മാതാപിതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് കർത്താവിന്റെ ദാസൻ. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ കുടുംബം കർത്താവേ അവരുടെ ദാനമായി കർത്താവ് നൽകിയ കുഞ്ഞിനെ ദൈവസഭയിൽ സമർപ്പിക്കുവാൻ കർത്താവേ ഇങ്ങനെ ഒരു സാവകാശം ദൈവം ഇന്ന് നൽകി തന്നു. ദൈവസഭയായ കുഞ്ഞിനെ കർത്താവേ അവിടുന്ന് സമർപ്പിച്ചു, ദൈവസഭയിൽ സമർപ്പിച്ചു, അനുഗ്രഹിച്ച് ആമേൻ അവിടുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം കൃപ നൽകിയല്ലോ. ഈ പ്രിയപ്പെട്ട കുടുംബം കർത്താവേ ഈ കുഞ്ഞിനെ വളർത്തുവാനുള്ള ആമേറിയ ബലം അവിടുന്ന് നൽകണം. ഹല്ലേലൂയ. ഈ കുടുംബം കർത്താവിന്റെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട മഹത്വമുള്ള നാമത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ വളർത്തുവാനും കുടുംബം ഹല്ലേലൂയ ആ നിലയിൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. സഫാനി മോൾക്ക് വേണ്ടി ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ആയുസ്സും നൽകി ആമേൻ കർത്താവേ അവിടുന്ന് വളരുവാൻ ദൈവം കൃപ നൽകാത്ത
ബുദ്ധിയുള്ള കുഞ്ഞായി, ജ്ഞാനമുള്ള കുഞ്ഞായി, ദേശത്ത് സാക്ഷ്യമുള്ള കുഞ്ഞായി, ആമേ മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞായി വളരുവാൻ കൃപ നൽകിയാണ്ട് ആമേ പ്രിയ കുടുംബത്തെ ആമേ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ഒരു അനുഗ്രഹ വിഷയമാകട്ടെ. യേശുവേ നന്ദി, താഴ്ത്തി സമർപ്പിക്കുന്നു, താഴ്ത്തി അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. സ്തോത്രം. ഓക്കെ, താങ്ക് യു. ഇത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചത് ഓർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. വളരെ നാളുകളത്തെ മാതാപിതാക്കളുടെയും ദൈവസഭയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. സ്തോത്രം. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.